കേരളീയ ദർശൻ ടിവിയുടെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്നേഹസമ്പന്നരായ ബഹുമാന്യരായ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര ബഡ്ജറ്റ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള കോലാഹലങ്ങൾ, അനുകൂലമായും പ്രതികൂലമായുമുള്ള കോലാഹലങ്ങൾ, ആ വാക്ക് തന്നെ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. ഇതുവരെയായിട്ടും കെട്ടടങ്ങിയിട്ടില്ല. ബഡ്ജറ്റിന് അനുകൂലമായി ഒരു വിഭാഗം സംസാരിക്കുമ്പോൾ ബഡ്ജറ്റിനെതിരെ മറ്റൊരു വിഭാഗം സംസാരിക്കുന്നു. ഇത് സത്യം ഏതാണ്, ശരി ഏതാണ് എന്നതിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കാനേ ഈ ഇതുകൊണ്ട് ഉപകരിച്ചുള്ളൂ. അതിപ്പോൾ ഇവിടെ എടുത്തു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 5 വർഷം കൊണ്ട് 1 കോടി ചെറുപ്പക്കാർക്ക്, യുവജനങ്ങൾക്ക് 5 കോർപ്പറേറ്റ് കമ്പനി 5 വർഷത്തേക്ക് ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കുമെന്നാണ്. ആ ഇന്റേൺഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. ഒരാളിന്റെ കാലാവധി, ഒരു ബാച്ചിന്റെ കാലാവധി. ആ കാലാവധിയിൽ 5000 രൂപ വീതം സ്റ്റൈഫൻഡ് ലഭിക്കും. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ 1 വർഷത്തെ കാലാവധിക്ക് ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇന്റേൺഷിപ്പ് നടത്തിയ കമ്പനി അവരെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർ തൊഴിൽ തേടി എവിടെയാണ് പോകേണ്ടത്? വീണ്ടും അവർ തൊഴിലില്ലാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്ന് വിചാരിച്ച് ഈ ഇന്റേൺഷിപ്പോ ആ ഇന്റേൺഷിപ്പിന് കൊടുക്കുന്ന സ്റ്റൈഫൻഡിനോ വിമർശിക്കുകയല്ല ചെയ്യുന്നത്. അതെല്ലാം വളരെ അനുകൂലമായ, അല്ലെങ്കിൽ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതോടൊപ്പം അതങ്ങനെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ പരിപാടികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് വിശദമായി കണ്ണാടിയിലൂടെ നോക്കിക്കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ, കേരള സർക്കാർ, ആ ബഡ്ജറ്റിൽ കേരളത്തിന്റെ പേര് പോലും സ്പർശിച്ചില്ല എന്നുള്ള ആരോപണം, വിമർശനം ഉയർത്തിക്കഴിഞ്ഞു. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് നീക്കിവയ്ക്കുന്ന തുകകളുണ്ട്. അത് വിവിധ വകുപ്പുകളിലായിട്ടാണ് ആ തുക മാറ്റിവെക്കുന്നത്. റെയിൽവേ ആയാലും, ഗതാഗതമായാലും, പൊതുമരാമത്തായാലും, ആരോഗ്യ രംഗത്തായാലും, വിദ്യാഭ്യാസ രംഗത്തായാലും, തൊഴിൽ രംഗത്തായാലും, അതുപോലുള്ള വിവിധ മേഖലകളിലേക്കാണ് ബഡ്ജറ്റിൽ തുക അനുവദിക്കുന്നത്, അല്ലെങ്കിൽ അനുവദിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. അതിൽ ഒന്നും കേരളത്തിന് കിട്ടിയില്ല എന്ന് നിലവിളി കൂട്ടിയല്ല സംസ്ഥാന സർക്കാർ വേണ്ടത്. അതിൽ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള തുകകൾ, അത് ആരോഗ്യ രംഗത്തായാലും, വിദ്യാഭ്യാസ രംഗത്തായാലും, തൊഴിൽ മേഖലയിലായാലും, പൊതുമരാമത്ത് മേഖലയിലായാലും, അതുപോലുള്ള മറ്റ് ജനകീയ സ്വഭാവമുള്ള മേഖലയിലായാലും, അതെല്ലാം സംസ്ഥാന സർക്കാരിന് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ വകുപ്പ് തല സെക്രട്ടറിമാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് കഴിഞ്ഞു, 15 ദിവസത്തിനകം ആ ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതിനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന്. വളരെ നല്ല കാര്യം. അത് നമ്മുടെ ബ്യൂറോക്രസിയുടെ ഭാഗമായ സെക്രട്ടറിമാരോ സർക്കാർ ഉദ്യോഗസ്ഥരും അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും, എത്ര ദിവസം, ഈ 15 ദിവസം വെച്ച് അത് ആരോഗ്യകരമായ റിപ്പോർട്ട് കൊടുക്കുമോ എന്ന കാര്യത്തിലൊന്നും ഉറപ്പില്ല. എന്തായാലും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തുക, അത് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന തുക, അത് കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അത് അതാത് മേഖലകളിൽ വിനിയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ്
പദ്ധതിയുടെ കാലാവധിക്ക് മുമ്പ് പദ്ധതി നടപ്പാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ലാപ്സായി പോകുന്നത്. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ ലാപ്സായി പോകുന്നുണ്ട്. അതിന് ഉത്തരവാദികൾ ആരാണ്? അതിൽ നല്ല പൊതുമരാമത്ത് വകുപ്പാണോ? അതിൽ നല്ലൊരു ശതമാനം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ലാപ്സാക്കുന്നതിൽ പലപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. പിന്നെ പൊതുമരാമത്ത്, ആരോഗ്യ വിഭാഗം, വിദ്യാഭ്യാസ വിഭാഗം, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലെ വിഭാഗങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളിൽ ആ കാലാവധിക്ക് മുമ്പ് ആ തുക ചെലവഴിക്കാത്തതിന്റെ പേരിൽ ബാക്കി തുക ലാപ്സായി പോകുന്നത് എത്രയോ പതിറ്റാണ്ടുകളായി കേരള ജനത കണ്ടു സഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള ആരോഗ്യകരമായ നടപടികൾ ആണ് വേണ്ടത്. പിന്നെ ഇപ്പോ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് ഇപ്പോഴും നടക്കുന്ന കേരളത്തിന്റെ അതിർത്തി പ്രദേശത്തോട് ചേർന്നുള്ള കർണാടകയിലാണ്. ഉത്തര കർണാടകയിലെ ഷിരൂർ എന്ന സ്ഥലത്ത് മലവെള്ളപ്പാച്ചിലിൽ ഒരു മല അപ്പാടെ ഇളകി വന്ന് റോഡിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കറിന്റെയും ലോറിയുടെയും അതുപോലുള്ള ചില വാഹനങ്ങളുടെയും മുകളിൽ വീഴുകയും അതെല്ലാം അടിയിലാവുകയും ചെയ്തു. അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറിയ ചായക്കട, ആ ചായക്കടക്കാരനും ആ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നവരെല്ലാം തന്നെയും മണ്ണിനടിയിലായി. ഇനി 3 ഭൗതിക ശരീരം കൂടി തിരിച്ചു കിട്ടാറുണ്ട്, മൃതദേഹം കൂടി മണ്ണിന്റെ അടിയിൽ നിന്ന് എടുക്കാനുണ്ട്. അതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ 12 നാളുകളായി 12 ദിവസങ്ങളായി നടന്നു വരുന്നത്. അത് കേരള സർക്കാരുമായിട്ട് ആലോചിച്ച്, കേരളത്തിലെ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് അവരുടെ സഹകരണത്തോടും സഹായത്തോടും കൂടിയാണ് കർണാടക ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആദ്യ 1-2 ദിവസങ്ങളിൽ അവിടെ അശ്രദ്ധയുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതിനുശേഷം കർണാടക സർക്കാരും ആ സ്ഥലത്തെ MLA അടക്കമുള്ളവര്, ജനപ്രതിനിധികൾ അടക്കമുള്ളവരെല്ലാം സജീവമായി ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ആ മണ്ണിനടിയിൽപ്പെട്ട മലയാളി അടക്കമുള്ള അർജുൻ എന്ന പേരുള്ള മലയാളി അടക്കമുള്ള 3 പേരുടെ ഭൗതിക ശരീരം, മൃതദേഹം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നു. ഇത് ആത്മാർത്ഥമായി തന്നെയാണ് കർണാടക സർക്കാരും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ആ സ്ഥലത്ത് വന്നു. MLA അവിടെ തന്നെ നിൽക്കുന്നു, അവിടുത്തെ ആ നാട്ടിലെ ആ സ്ഥലത്തെ MLA. ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ കർണാടക സർക്കാരിനെ കണ്ണുടച്ച് ആക്ഷേപിക്കുന്നത്, വിമർശിക്കുന്നത് ശരിയല്ല. അവരെ കൊണ്ട് ഒക്കുന്നതിന്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മലയോര പ്രദേശങ്ങൾ, വയനാട് പോലുള്ള മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ വന്ന് അവിടെ മല ഇടിഞ്ഞു വന്നതെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ആ മലയടിയിൽ, ആ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ പോയവരുടെ ഭൗതിക ശരീരങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച നിലയിലാണ് അതെല്ലാം രേഖകൾ ഉൾപ്പെടുത്തുകയും റൈറ്റ് ഓഫ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം സംസ്ഥാനത്തെ അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് മറ്റൊരു സംസ്ഥാനത്ത് ഒരു ആത്മാർത്ഥമായി അവരെ കൊണ്ട് ഒക്കുന്നതിന്റെ പരമാവധി കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ, ഈ 3 പേരുടെ ഭൗതിക ശരീരം, അതിൽ മലയാളിയായ അർജുനന്റെ ഭൗതിക ശരീരവും കിട്ടുന്നതിന് വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമം അവിടെ എല്ലാ മേഖലയും കരസേന അവിടെ പ്രവർത്തിക്കുന്നു, നാവികസേന പ്രവർത്തിക്കുന്നു, ദുരിതകർമ്മ സേനകൾ പ്രവർത്തിക്കുന്നു. ആ നിലയിലാണ് കോഴിക്കോട്ട് നിന്ന് കുറെ പേര്, ഏതാനും പേരെ അങ്ങോട്ട് വാളണ്ടിയറായിട്ട് അയച്ചപ്പോൾ അവർക്ക് അവിടെ പ്രവർത്തിക്കുന്നുള്ള സൗകര്യം കൊടുത്തില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പോയ 10-20 പേരെ വാളണ്ടിയേഴ്സ് അവരവിടെ ചെന്ന പ്രവർത്തനത്തിൽ അവരെന്താണ് ചെയ്യാൻ പോണത്? ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നാവികസേനയും കരസേനയും അതുപോലുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ അതിൽ ഏർപ്പെട്ട് രക്ഷാദൗത്യം നടത്തി പരിചയവും പരിശീലനവുമുള്ള ദ്രുതകർമ്മ സേനക്കാരെല്ലാം ആ രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 10-20 വാളണ്ടിയേഴ്സിനെ അയച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? അവരവിടെ ചെന്ന് അവര് മലയാളികളാണ്, അവരെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നവരില്ല. അവിടെയെല്ലാം പട്ടാളത്തിന്റെ, സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്
ഈ വസ്തുതയൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടെ വെറും രാഷ്ട്രീയ വാചകം മടി പോലെ ഇവിടെ ചില ആൾക്കാർ കർണാടക സർക്കാരിനെ വിമർശിക്കുന്നത്. അത് ശരിയായ ഒരു നടപടിക്രമമല്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമിലൂടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം കേരളത്തിലെ മാലിന്യ പ്രശ്നമാണ്. പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ കേരളത്തിന്റെ പരമോന്നത നീതിപീഠമായ ഹൈക്കോടതി തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഹൈക്കോടതി നിയമിച്ച അമീഷ് ഖുറൈ കൊടുത്ത റിപ്പോർട്ടിൽ കേരളത്തിലെ മാലിന്യങ്ങളില്ലാത്ത ഒരു സ്ഥലവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ്. ഇത്രയധികം തലസ്ഥാന നഗരമായ തിരുവനന്തപുരം പട്ടണത്തിന് ചുറ്റും ഇത്രയധികം മാലിന്യ കൂമ്പാരങ്ങൾ എങ്ങനെ വന്നു എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇവിടെ ആമയാനന്ദൻ തോട്ടിലെ ഒരു യുവാവിനെ ജോയി എന്നു പേരുള്ള ഒരു മനുഷ്യനെ കാണാതായതും അയാളുടെ ഭൗതിക ശരീരം വീണ്ടെടുക്കുന്നതിന് വേണ്ടി 3-4 ദിവസം വേണ്ടി വന്നതും ഒക്കെ എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ മാലിന്യം ഇത്രയധികം കുന്നുകൂടാനുള്ള സാഹചര്യം? പലപ്പോഴും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വകുപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ പലപ്പോഴും ചില ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥ പ്രമാണികന്മാരുടെയും ഇടപെടൽ കാരണം നടക്കാതെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടിയ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഒരു യോഗം, ആ യോഗത്തിൽ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു മന്ത്രി തന്നെ എടുത്തു പറഞ്ഞത്, മാലിന്യ പ്രശ്നത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുമ്പോൾ ജനപ്രതിനിധികൾ അതിൽ കൈകടത്തില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് ഏകദേശം സമ്മതിച്ച മട്ടാണ്. കാര്യം ഇവിടെ എന്ത് നടന്നാലും ജനപ്രതിനിധികൾ, കൗൺസിലർമാർ തൊട്ട് MLA, മന്ത്രി, MP മാർ വരെയുള്ളവർ അതിനെ ഇടപെടുകയും അവർക്ക് താല്പര്യമുള്ളവരെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നതിനുള്ള വകുപ്പുകൾ മാത്രം ചേർക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാവണം കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഇക്കാര്യം എടുത്തു പറഞ്ഞത്. ജനപ്രതിനിധികൾ മാലിന്യം വലിച്ചെറിയുന്നതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അതിൽ ജനപ്രതിനിധികൾ ഇടപെടാൻ പാടില്ല, ഇടപെടരുത് എന്ന കർശനമായ ഒരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത് വളരെ നല്ല കാര്യം. രണ്ടാമത് അവിടെ എടുത്ത മറ്റൊരു തീരുമാനം എന്ന് പറയാറായിട്ടില്ലെങ്കിൽ തന്നെ അവിടെ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന നിർദ്ദേശമാണ്. സ്കൂൾ തലം തൊട്ട് മാലിന്യ പ്രശ്നത്തിൽ ബോധവൽക്കരണം നടത്താനുള്ള തീരുമാനമാണ്. വളരെ നല്ലൊരു തീരുമാനമാണ്. സ്കൂൾ കുട്ടികൾ, മുതിർന്നവർ, അവരുടെ രക്ഷകർത്താക്കൾ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അതിനെതിരെ ചെറുത്ത് നിൽക്കേണ്ടത് ഉത്തരവാദിത്തം സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടുന്നതും അതിലേക്ക് വേണ്ടി ബോധവൽക്കരിച്ച് അങ്ങനെ മുതിർന്നവർ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അവരെ ചെറുക്കുന്നതിനും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും സ്കൂൾ കുട്ടികൾ രംഗത്ത് വരികയും അവരെ അതിന് പരിശീലിപ്പിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന എത്രയോ നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ അവസാനമായി എടുത്തു പറയേണ്ടുന്നത്, ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി, ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ചെറിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇരക്കൽ പാർട്ടിയാണ് എന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. ആ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത്, ശുചീകരണ തൊഴിലാളികൾ ജീവിതത്തിന്റെ തൊഴിൽ മേഖലയുടെ ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്നവരാണ് ശുചീകരണ തൊഴിലാളികൾ. അവരുടെ ശമ്പളത്തിൽ വർധനവുണ്ടാവണം, വേതന വ്യവസ്ഥകളിൽ മാറ്റം ഉണ്ടാവണം, അവരുടെ ജോലി 4 മണിക്കൂറായി ചുരുക്കണം, അവർക്ക് മാന്യമായ ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നെല്ലാമുള്ള നിർദ്ദേശമാണ് അദ്ദേഹം വെച്ചത്. CP ജോൺ എന്ന രാഷ്ട്രീയ നേതാവ് മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിച്ചോ ഇല്ലതിനെ കുറിച്ചൊന്നും റിപ്പോർട്ടില്ല. അത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും അറിവില്ല. എന്തായാലും നല്ലൊരു നിർദ്ദേശമാണ്. ശുചീകരണ തൊഴിലാളികൾ മാത്രമല്ല, ഈ ഹരിത കർമ്മ സേന എന്ന് പറയുന്ന ഒരു വിഭാഗം തൊഴിലാളികളുണ്ട്, സ്ത്രീ തൊഴിലാളികൾ. അവർ രാവിലെ 9 മണിക്ക് വീടുകൾ തോറും കയറി ഇറങ്ങി പ്ലാസ്റ്റിക് എടുത്ത്
അത് ചുവന്ന് അതാത് സ്ഥലങ്ങളിൽ അത് സ്വരുക്കൂട്ടേണ്ട സ്ഥലങ്ങളിൽ കൊണ്ട് ചാക്കുകളിൽ വെച്ചതിന് ശേഷം അവിടുന്ന് കോർപ്പറേഷന്റെ ലാറി വരുമ്പോൾ അവർ തന്നെ ചുമന്ന് ആ ലാറിയിൽ കയറ്റുന്ന ഒരു കാഴ്ച അല്പം ദയനീയതയോട് അല്പം സഹതാപത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. പലപ്പോഴും ഒരു കയ്യുറ പോലും ഇല്ലാതെയാണ് അവർ മാലിന്യങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത്. അവർ കുറെ വർഷം ഈ ജോലി ചെയ്യുമ്പോൾ അവർ ഏതെങ്കിലും രോഗത്തിന് വിധേയരാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിന് അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കരുതലുകൾ അത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. കയ്യുറകൾ അവർക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ അവർക്ക് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും വൈദ്യ പരിശോധന നടത്തണം. അവർ ഏതെങ്കിലും രോഗത്തിന്റെ വൈറസുകൾ അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുകയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ കുത്തിവയ്പ് നടത്തുകയും പ്രതിരോധ കുത്തിവയ്പ് നടത്തുകയും ചെയ്യണം. അതൊന്നും ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല അവിടെ യൂസർ ഫീ എന്ന് പറയുന്നത് അവിടെ എടുക്കുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യം അതിന്റെ തൂക്കം അനുസരിച്ചുള്ള ആ തൂക്കത്തിന് അനുസരിച്ചുള്ള ഒരു കമ്മീഷൻ പോലെയുള്ള ഒരു വേതനം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വേതനം കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി അവർ പരമാവധി ജോലി ചെയ്യുന്നു. രാവിലെ 8 മണിക്കും അല്ലെങ്കിൽ 9 മണിക്കും തുടങ്ങുന്ന ജോലി വൈകുന്നേരം ചിലപ്പോൾ രാത്രി 7 മണി വരെ നീണ്ടു പോകാറുണ്ട്. ജീവിക്കുന്നതിന് വേണ്ടി തന്റെ വീട്ടിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് സമയത്ത് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി പ്രായമായ അമ്മയ്ക്കും അച്ഛനും മരുന്ന് വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അവർ ഈ ജോലി ചെയ്യുന്നത്. അവരെയും കാര്യമായ അവർക്ക് പ്രത്യേകിച്ച് പരിരക്ഷയൊന്നും ലഭിക്കുന്നില്ല. GSIയുടെ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നില്ല. പ്രോവിഡന്റ് ഫണ്ടിന്റെ ആനുകൂല്യം അവർക്ക് ലഭിക്കുന്നില്ല. എന്തിന് ഹെൽത്തിന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിചരണം പോലും അവർക്ക് ലഭിക്കുന്നില്ല. അതെല്ലാം അടിയന്തരമായി അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അതിശക്തമായി ആവശ്യപ്പെടാനുള്ളത്. പിന്നീട് എടുത്തു പറയാനുള്ളത് കുര്യപ്പുഴ ശ്രീകുമാറിന്റെ ഒരു അഭിപ്രായം. കേരള സാഹിത്യ അക്കാദമിയെ കൊണ്ട് സാഹിത്യ മേഖലയ്ക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കുര്യപ്പുഴ ശ്രീകുമാർ ഒരു സത്യം തുറന്നു പറഞ്ഞു. അക്കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. കേരള സാഹിത്യ അക്കാദമി മാത്രമല്ല, കേരള ലളിതകലാ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി ഇതുപോലുള്ള കുറെ അക്കാദമികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ചിലരെ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആ മേഖലയെ സാഹിത്യ അക്കാദമിയെ കൊണ്ട് കുര്യപ്പുഴ ശ്രീകുമാർ പറഞ്ഞതുപോലെ ആ സാഹിത്യ മേഖലയിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമിയെ കുറിച്ച് പറഞ്ഞാലും ലളിതകല അക്കാദമിയെ കുറിച്ച് പറഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെയെല്ലാം ചില ആൾക്കാരെ സർക്കാരിന് താല്പര്യമുള്ള ചില ആൾക്കാരെ തലപ്പത്ത് എന്നല്ലാണ്ട് അതുകൊണ്ടൊന്നും അതുമായി ബന്ധപ്പെട്ടവർക്ക് പ്രയോജനമുള്ളതായിട്ട് ഉണ്ടായതായിട്ട് അറിവില്ല. മാത്രമല്ല സച്ചിദാനന്ദനെ പോലുള്ള ഒരാള് സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്നത് തന്നെ സച്ചിദാനന്ദനെ കുറിച്ച് വിലയിരുത്തിയിട്ടുള്ള സച്ചിദാനന്ദനെ കുറിച്ച് അറിയാവുന്നവർക്ക് അത് നെറ്റി ചുളിച്ചുകൊണ്ട് മാത്രമേ അതിനെക്കുറിച്ച് ഓർക്കാനാവൂ എന്ന ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവസാനമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നമ്മളെല്ലാം വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹം നവതി ആഘോഷത്തിലാണ്. അദ്ദേഹത്തിന് പ്രത്യേക ആഘോഷങ്ങളോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല എന്നൊരു വസ്തുത. പക്ഷെ അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല. 90-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ചെറുതും വലുതുമായ സംഘടനകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നടത്തിക്കൊണ്ടിരിക്കുന്നവരോട് അല്ലെങ്കിൽ MT വാസുദേവൻ നായരോട് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ നിങ്ങൾ രചനയും കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി നിർമ്മാണവും നിർവഹിച്ച് കാരണം അന്ന് നിങ്ങളുടെ ഈ കഥ ഇത് സിനിമയാക്കുന്നതിന് പണം മുടക്കാൻ അന്ന് ആരും തയ്യാറാവാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തന്നെ പണം മുടക്കി എടുത്ത സിനിമ നിർമ്മാല്യം എന്ന പേരിൽ നിങ്ങൾ എടുത്ത സിനിമ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ഭരത് അവാർഡ്
നേടിത്തരുന്ന സിനിമ. അതിലെ അഭിനയത്തിന് PG ആന്റണിക്കാണ് പരത് അവാർഡ് ലഭിക്കുന്നത്. ഏതെങ്കിലും സിനിമ ടാക്കീസിൽ ആ സിനിമ പ്രദർശിപ്പിച്ച് ജനങ്ങളെ കാണിക്കാനുള്ള ധൈര്യം കാണിക്കണം. മാത്രമല്ല, ഒരുപാട് പുരോഗമനം പറയുന്ന, വിപ്ലവാത്മകമായ കാര്യങ്ങൾ പറയുന്ന പാർട്ടിയുടെ സർക്കാരാണ്, പാർട്ടി നേതൃത്വം കൊടുക്കുന്ന, പാർട്ടിക്ക് നിയന്ത്രണമുള്ള, പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരാണെന്ന് കേരളത്തിൽ ഉള്ളത്. ആ പാർട്ടിയുടെ സ്വന്തം TV ചാനലായ കൈരളി TVയിലെങ്കിലും നിർമാല്യം എന്ന സിനിമ ടെലികാസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെടണം. അതിനുള്ള ആർജവം ആ പാർട്ടി നിയന്ത്രിക്കുന്ന കൈരളി ചാനലും തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ആ ആവശ്യം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.